ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും കരുത്തനായ പോരാളി, അറിവിന്റെ സമുദ്രം, പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുചരൻ, അസദുല്ലാഹിൻ ഖാലിബ്, അള്ളാഹുവിന്റെ വിജയിയായ സിംഹം എന്നറിയപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. അറിവ് കൊണ്ടും ധീരത കൊണ്ടും ഇസ്ലാമിക ഉമ്മത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ വിവരിക്കുകയാണ് ഈ വീഡിയോയിൽ. ഹിജറയ്ക്ക് 23 വർഷം മുമ്പ് മക്കയിലെ കഅബാലയത്തിനുള്ളിലാണ് അലി റളിയല്ലാഹു അൻഹു ജനിച്ചത്. പ്രവാചകന്റെ പിതൃ സഹോദരൻ അബൂ ത്വാലിബിന്റെ മകനായിരുന്നിട്ടും അദ്ദേഹത്തെ വളർത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹം തന്റെ 10ാം വയസ്സ് മുതൽ പ്രവാചകന്റെ നിഴലായി കൂടെയുണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമായിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രി ഫാത്തിമ ബീവിയുമായുള്ള വിവാഹം. തന്റെ പടയങ്കി വിറ്റുകിട്ടിയ തുക മഹറായി നൽകിക്കൊണ്ടാണ് അദ്ദേഹം വിവാഹിതനായത്. ലോകം കണ്ട ഏറ്റവും ലളിതമായ വിവാഹങ്ങളിൽ ഒന്നായിരുന്നു അത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോകാൻ തീരുമാനിച്ച രാത്രി മക്കയിലെ ഖുറൈശികൾ പ്രവാചകനെ വധിക്കാൻ വീട് വളഞ്ഞു നിൽക്കുന്നു. ആ അപകടകരമായ സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരിപ്പിൽ കിടന്ന് ശത്രുക്കളെ കബളിപ്പിക്കാൻ ധീരമായി മുന്നോട്ട് വന്നത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ട ആ രാത്രിയിൽ അദ്ദേഹം കാണിച്ച ത്യാഗം ഇസ്ലാമിക ചരിത്രത്തിലെ സുവർണ അധ്യായമാണ്. ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധമായ ബദറിൽ യുദ്ധം തുടങ്ങുന്നതിനു മുൻപ് ഇരുപക്ഷത്തു നിന്നും പ്രമുഖരായ യോദ്ധാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു പതിവുണ്ടായിരുന്നു. അന്ന് മുസ്ലിം പക്ഷത്തു നിന്ന് ധീരമായി മുന്നോട്ട് വന്നത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. തന്റെ എതിരാളിയായ വലീദ് ബിൻ ഉത്ബയെ നിമിഷ നേരം കൊണ്ട് അദ്ദേഹം പരാജയപ്പെടുത്തി. അന്ന് അദ്ദേഹം വഹിച്ച പതാക ഇസ്ലാമിക വിജയത്തിന്റെ പ്രതീകമായി മാറി. സൈന്യത്തിന് കീഴടക്കാൻ ഏറ്റവും പ്രയാസപ്പെട്ട ഒന്നായിരുന്നു ഖൈബർ കോട്ട. പല പ്രമുഖ സ്വഹാബികളും ശ്രമിച്ചിട്ടും കോട്ട പിടിക്കാനായില്ല. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നാളെ ഞാൻ ഈ പതാക ഒരാൾക്ക് നൽകും. അദ്ദേഹം അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നു. അള്ളാഹുവും അവന്റെ റസൂലും അദ്ദേഹത്തെയും സ്നേഹിക്കുന്നു. പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പതാക അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. യുദ്ധത്തിനിടയിൽ തന്റെ പരിച നഷ്ടപ്പെട്ടപ്പോൾ കോട്ടയുടെ കൂറ്റൻ വാതിൽ അദ്ദേഹം ഒരു പരിചയായി ഉപയോഗിച്ചു എന്നാണ് ചരിത്രം. ആ കോട്ട പിടിച്ചടക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വിവരണാതീതമാണ്. കന്ദക് യുദ്ധ സമയത്ത് ശത്രുപക്ഷത്തെ ഏറ്റവും കരുത്തനായ പോരാളിയായിരുന്നു അംർ ബിൻ അബ്ദുവുദ്. 1000 പേർക്ക് തുല്യനായ യോദ്ധാവ് എന്നാണ് അയാൾ അറിയപ്പെട്ടിരുന്നത്. മുസ്ലിം സൈന്യത്തെ അയാൾ വെല്ലുവിളിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് തന്റെ വാളായ ദുൽഫുഖാർ നൽകി അനുഗ്രഹിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ആ അതികായനെ അലി റളിയല്ലാഹു അൻഹു കീഴ്പ്പെടുത്തിയത് ശത്രു സൈന്യത്തെ അമ്പരിപ്പിച്ചു. അലി റളിയല്ലാഹു അൻഹു വെറും ഒരു യോദ്ധാവ് മാത്രമായിരുന്നില്ല, മറിച്ച് അക്കാലത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ കൂടിയായിരുന്നു. സങ്കീർണമായ കേസുകളിൽ നീതിപൂർവമായ തീർപ്പ് കൽപ്പിക്കാൻ ഖലീഫമാരായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നിവർ അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹായം തേടിയിരുന്നു. അലി ഇല്ലായിരുന്നുവെങ്കിൽ ഉമർ നശിച്ചു പോയേനെ എന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ അറിവിനുള്ള വലിയ സാക്ഷ്യമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം മുസ്ലിം ഉമ്മത്ത് കടുത്ത ആഭ്യന്തര പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു 4ാമത്തെ ഖലീഫയായി ചുമതലയേൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭരണകാലം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നുവെങ്കിലും നീതി നടപ്പാക്കുന്നതിൽ അദ്ദേഹം ലോകത്തിന് വലിയ മാതൃകകൾ നൽകി. ഭരണപരമായ സൗകര്യങ്ങൾക്കും സാമ്രാജ്യത്തിന്റെ മധ്യഭാഗം എന്ന നിലയിലും അദ്ദേഹം ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം മദീനയിൽ നിന്ന് ഇറാഖിലെ കൂഫയിലേക്ക് മാറ്റി. ഇത് ഇസ്ലാമിക ഭരണചക്രത്തെ കൂടുതൽ വേഗത്തിലാക്കാൻ സഹായിച്ചു. ഖലീഫയാണെന്ന യാതൊരു അധികാരവും അദ്ദേഹം വ്യക്തിപരമായ കാര്യങ്ങൾക്കായി ഉപയോഗിച്ചില്ല. ഒരിക്കൽ അദ്ദേഹത്തിന്റെ പടയങ്കി ഒരു ജൂതൻ കൈവശപ്പെടുത്തിയപ്പോൾ അധികാരം ഉപയോഗിച്ച് അത് തിരിച്ചെടുക്കുന്നതിന് പകരം അദ്ദേഹം ആ വ്യക്തിയെ കോടതിയിലേക്ക് കൊണ്ടുപോയി. ഖലീഫക്ക് അനുകൂലമായി തെളിവുകൾ ഇല്ലാത്തതിനാൽ ജഡ്ജി ജൂതന് അനുകൂലമായി വിധി പ്രസ്താവിച്ചു.
ഒരു ഭരണാധികാരി സാധാരണക്കാരനൊപ്പം കോടതിയിൽ നിൽക്കുകയും നീതിക്ക് വഴങ്ങുകയും ചെയ്യുന്നത് കണ്ട ആ ജൂതൻ ആ നിമിഷം ഇസ്ലാം സ്വീകരിച്ചു. ലോകത്തിന്റെ പകുതിയോളം ഭരിക്കുമ്പോഴും അങ്ങേയറ്റം ദരിദ്രനെ പോലെയാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹത്തിന്റെ ആഹാരം പലപ്പോഴും കഠിനമായ ഉണങ്ങിയ റൊട്ടിയും വെള്ളവുമായിരുന്നു. സ്വന്തം വസ്ത്രങ്ങൾ അദ്ദേഹം തന്നെ തുന്നി ധരിക്കുമായിരുന്നു. പൊതുമുതൽ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം അതീവ ജാഗ്രത പുലർത്തി. രാത്രിയിൽ ഔദ്യോഗിക കാര്യങ്ങൾക്കായി വിളക്ക് ഉപയോഗിക്കുമ്പോൾ മാത്രം സർക്കാർ വക എണ്ണ ഉപയോഗിക്കുകയും വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ ആരെങ്കിലും വന്നാൽ ആ വിളക്ക് അണച്ച് സ്വന്തം വിളക്ക് തെളിയിക്കുകയും ചെയ്തിരുന്നു. അധികാരമേറ്റ ഉടൻ തന്നെ അദ്ദേഹം അഴിമതി ആരോപിക്കപ്പെട്ട ഗവർണർമാരെ മാറ്റി നിർത്തുകയും സത്യസന്ധരായവരെ നിയമിക്കുകയും ചെയ്തു. പാവപ്പെട്ട കർഷകർക്ക് അമിതഭാരമില്ലാത്ത രീതിയിൽ ഭൂനികുതി വ്യവസ്ഥ പരിഷ്കരിച്ചു. ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഷുർത്ത എന്ന പേരിൽ ഒരു പ്രത്യേക വിഭാഗത്തെ അദ്ദേഹം ശക്തിപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഭരണകാലം മുഴുവൻ ആഭ്യന്തര യുദ്ധങ്ങളാലും വിഭാഗീയതകളാലും കലുഷിതമായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ പോലും സമാധാനത്തിന് മുൻഗണന നൽകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ശത്രുക്കൾക്കെതിരെ പോലും മാന്യത പുലർത്തണമെന്നും സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കരുതെന്നും അദ്ദേഹം തന്റെ സൈന്യത്തോട് കർശനമായി നിർദ്ദേശിച്ചിരുന്നു. ഹിജ്റ 40 റമദാൻ 17 കൂഫയിലെ പള്ളിയിൽ സുബഹി നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ തയ്യാറെടുക്കുന്നതിനിടെ അബ്ദുറഹ്മാൻ ബിൻ മുൽജം എന്ന അക്രമി വിഷം പുരട്ടിയ വാൾ കൊണ്ട് അദ്ദേഹത്തെ വെട്ടി. 3 ദിവസത്തിനു ശേഷം ആ ധീരയോദ്ധാവ് രക്തസാക്ഷിയായി. മരിക്കാൻ കിടക്കുമ്പോഴും തന്റെ കൊലയാളിയോട് നീതി കാണിക്കാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. വാളിന്റെ ശക്തിയേക്കാൾ മനസ്സിന്റെ ശുദ്ധി കൊണ്ട് ചരിത്രം കീഴടക്കിയ നീതിയുടെ ആൾരൂപം. വിജയത്തിന്റെ വക്കിൽ നിൽക്കുമ്പോഴും സ്വന്തം അഹങ്കാരത്തേക്കാൾ സത്യത്തിന് വില കൽപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം. ശത്രുവിനെ കീഴടക്കുന്നതിനേക്കാൾ വിജയം സ്വന്തം മനസ്സിനെ കീഴടക്കുന്നതാണെന്ന് അദ്ദേഹം ലോകത്തിനു മുൻപിൽ കാണിച്ചു തന്നു. സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട 10 പേർ എന്ന സീരീസിലെ അടുത്ത ഭാഗവുമായി നമുക്ക് ഉടനെ കാണാം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.